അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ക്ലാസ്സിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റർ നമ്മൾ കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഓൾറെഡി കണ്ടു. മൊമെൻറ്റം ഓപ്പറേറ്റർ കണ്ടു, അതുപോലെ തന്നെ പിന്നെ നമ്മൾ എനർജി ഓപ്പറേറ്റർ കണ്ടു. ഇനി എന്ത് ചെയ്യുക, ബാക്കി നമ്മളുടെ സിമിലർ ആയിട്ടുള്ള ഓപ്പറേറ്റർ. അപ്പോൾ ജനറലി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ ട്രാൻസ്ഫോംസ് വൺ ഫംഗ്ഷൻ ഇൻ ടു അനദർ ഫംഗ്ഷൻ. അതിനെയാണ് നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മൊമെൻറ്റം ഓപ്പറേറ്റർ ആണെങ്കിലും അതുപോലെ എനർജി ഓപ്പറേറ്റർ ആണെങ്കിലും, അല്ലെങ്കിൽ ജനറലി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്ഫോംസ് വൺ ഫംഗ്ഷൻ ഇൻ ടു അനദർ ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഓപ്പറേറ്റർ എ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതുപോലെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഒരു ഫംഗ്ഷൻ എടുക്കുന്നു. അപ്പം എ എഫ് ഓഫ് എക്സിൽ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് ഇൻ ടു എ ഫംഗ്ഷൻ ജി ഓഫ് എക്സ്. അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ഫംഗ്ഷനായിട്ട് മാറ്റും. അങ്ങനെയാണ് നമുക്ക് എന്താ, വി ക്യാൻ റൈറ്റ് ദാറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എ ഓഫ് എ ആക്ടിങ് ഓൺ എഫ് ഓഫ് എക്സ്, അല്ലെങ്കിൽ എ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. അതായത് എഫ് ഓഫ് എക്സിൽ നമ്മളുടെ എ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ജി ഓഫ് എക്സ് എന്ന് കിട്ടും. ഇത് സ്മോൾ എഫ് ആണ് കേട്ടോ, നമ്മൾ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തപ്പോൾ സ്മോൾ എഫ് അല്ല എടുത്തത്. അപ്പം എ ആക്ടിങ് ഓൺ എഫ് ഓഫ് എക്സ് എന്ത് കിട്ടും, വിൽ ഗെറ്റ് എ ജി ഓഫ് എക്സ്. സോ ജനറലി വി ക്യാൻ സേ ദാറ്റ് an operator transforms one function into another function എന്ന് പറയും. ഓക്കെ, ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ഓൾ ഒബ്സർവബിൾ ക്വാണ്ടിറ്റീസ്, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഓൾ ഒബ്സർവബിൾ ക്വാണ്ടിറ്റീസ് ആർ റെപ്രസെൻറ്റഡ് ബൈ ഓപ്പറേറ്റേഴ്സ്. അതായത് ഒബ്സർവബിൾ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ്, നമ്മളുടെ പൊസിഷൻ ഒരു ഒബ്സർവബിൾ ക്വാണ്ടിറ്റി അല്ലേ, ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ഒബ്സർവബിൾ ക്വാണ്ടിറ്റി. അത് നമ്മൾ എന്ത് ചെയ്യും, ഓപ്പറേറ്റർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അതുപോലെ മൊമെൻറ്റം എന്ന് പറയുന്നത് ഒരു ഒബ്സർവബിൾ ക്വാണ്ടിറ്റിയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും, അതിന് നമ്മൾ ഓപ്പറേറ്റർ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എനർജി എന്ന് പറയുന്നത് ഒരു എന്താണ്, ഒബ്സർവബിൾ ക്വാണ്ടിറ്റിയാണ്. അതെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യും, ഓപ്പറേറ്റർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇൻ ക്വാണ്ടം മെക്കാനിക്സ് എന്ത് പറ്റും, ഓൾ ഒബ്സർവബിൾ ക്വാണ്ടിറ്റീസ് ആർ റെപ്രസെൻറ്റഡ് ബൈ ഓപ്പറേറ്റേഴ്സ്. എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യും, ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യും, ഓൾ ഡൈനാമിക്കൽ ക്വാണ്ടിറ്റീസ് എന്ത് ചെയ്യുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയബിൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓപ്പറേറ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേരിയബിൾസ് എന്തെങ്കിലും ടൈം, നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൈം എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ ക്വാണ്ടം മെക്കാനിക് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്, ഓപ്പറേറ്റർ എന്താണ്, ടി എന്ന് പറയുന്ന ഓപ്പറേറ്റർ വെച്ചിട്ടാണ് ടൈമിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പൊസിഷൻ കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന പൊസിഷൻ കോർഡിനേറ്റ്സിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യാം, മൊമെൻറ്റം ആണ്. മൊമെൻറ്റം ഡിഫറെൻറ്റ് പി എക്സ് പി വൈ പി സെഡ് എന്ന് പറയുന്നത് മൊമെൻറ്റം അലോങ് എക്സ് ഡയറക്ഷൻ, മൊമെൻറ്റം അലോങ് വൈ ഡയറക്ഷൻ, മൊമെൻറ്റം അലോങ് സെഡ് ഡയറക്ഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് മൊമെൻറ്റം കോർഡിനേറ്റ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് റെസ്പെക്റ്റീവ് ഓപ്പറേറ്റർ. ഓപ്പറേറ്ററിൻ്റെ മൊമെൻറ്റം ഓപ്പറേറ്റർ എന്താണ് നമ്മൾ പഠിച്ചത്, എന്താണ്, മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് ആണ് എന്ത് ചെയ്യുക, നമ്മളുടെ മൊമെൻറ്റം ഓപ്പറേറ്റർ. എക്സ് എന്ന് പറയുമ്പോൾ ദ മൊമെൻറ്റം അലോങ് ദ എക്സ് ഡയറക്ഷൻ ആയിരിക്കും. വൈ ഡയറക്ഷൻ ആയിരിക്കും സിമിലർലി മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ വൈ എന്ന് വരും. സെഡ് ഡയറക്ഷൻ ആകുമ്പോൾ മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ത്രീ. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ പറയുന്നത്, മൊമെൻറ്റം ഓപ്പറേറ്റേഴ്സ്. അതുപോലെ നമുക്ക് ജനറലായിട്ട് എന്ത് പറയാൻ പറ്റും, മൊമെൻറ്റത്തിനെ ജനറലായിട്ട് നമുക്കിപ്പോൾ എന്താ പറയുക, 3 ഡയമെൻഷണൽ മൊമെൻറ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറ്റും, മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ എന്ന് പറയാം. ഡോ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ സെഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഡെൽ എന്നല്ലേ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് മൊമെൻറ്റത്തിനെ ജനറലായിട്ട് നമുക്ക് മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ എന്ന് പറയാൻ പറ്റും. പിന്നെ നമ്മൾ വേറെ പഠിച്ച ഒരു ഓപ്പറേറ്ററാണ് എനർജി എന്ന് പറയുന്നത് അല്ലേ, എനർജി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. എനർജി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി എന്ന്, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഓരോ ഒബ്സർവബിൾ ക്വാണ്ടിറ്റീസും ഓരോ ഡൈനാമിക്കൽ വേരിയബിൾസിനെയും നമുക്ക് എന്തറിയാൻ പറ്റും, അതിനെ നമ്മൾ ഒരു ഓപ്പറേറ്റർ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യൽ ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റേഴ്സാണ് ഇവിടെ എന്താ പറയുക, നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ കാണുന്ന ഒബ്സർവബിൾ ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കറസ്പോണ്ടിങ് എന്താ പറയുക, ഓപ്പറേറ്റർ ആയിട്ടാണ് ക്വാണ്ടം മെക്കാനിക്കൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് എന്താണ് ഓപ്പറേറ്റർ എന്ന്, അപ്പോൾ നമ്മൾ ഷോർട്ട് ആൻസർ കൊണ്ട് വാട്ട് ആർ ഓപ്പറേറ്റേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ഈ ഒരു സെഷന് കാണിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഓപ്പറേറ്റർ എന്താ, ഇറ്റ്സ് എ ജനറൽ ഓപ്പറേറ്റർ ട്രാൻസ്ഫോംസ് വൺ ഫംഗ്ഷൻ ഇൻ ടു അനദർ ഫംഗ്ഷൻ. അതിൻ്റെ എക്സാമ്പിളുകളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. എന്താ പറയുക, ഒരു വേരിയബിൾ ടൈം വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എന്ത് ചെയ്യും, ഒരു ടൈം ഓപ്പറേറ്റർ ഉണ്ടായിരിക്കും. അതുപോലെ നമുക്ക് മൊമെൻറ്റം ഓപ്പറേറ്റർ ഉണ്ട്, എനർജി ഓപ്പറേറ്റർ ഉണ്ട്, പൊസിഷൻ ഓപ്പറേറ്റേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇറ്റ് ട്രാൻസ്ഫോംസ് എ
ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു എ ഫംഗ്ഷൻ ജി ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ജി ഓഫ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു എഫ് ഓഫ് എക്സ്, വേറെ എ ഈസ് ദ എന്താണ് നമ്മളുടെ ഓപ്പറേറ്ററാണ് എ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാവർക്കും എന്താ പറയുക, നമ്മൾ ഓൾറെഡി ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളായിരുന്നു. അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ജനറൽ ഫോം എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ നേരത്തെ എന്തോ പഠിച്ച ഒരു ഇതെന്താണ് ക്വാണ്ടം മെക്കാനിക്കൽ വെൽ എന്താണെന്ന് പഠിച്ചു അല്ലേ, ഇൻഫൈനൈറ്റ് സ്ക്വയർ വെൽ എങ്ങനെയാണ്. ഇനി എന്താ നമ്മൾ പറയുന്നത്, ഇനി നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഒബ്സർവ് ചെയ്യുന്ന, അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഒബ്സർവ് ചെയ്യാത്തതും ക്വാണ്ടം മെക്കാനിക്സിൽ ഒബ്സർവ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഫിനോമിനയാണ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറയുന്നത്. ടണലിംഗ് എന്ന് പറഞ്ഞത് എന്താണ്, അതിൻ്റെ ഒരു ബാരിയർ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കൂടെ എന്ത് ചെയ്യുക, കടന്നു പോവുക എന്നുള്ളതിനാണ് നമ്മൾ ടണലിംഗ്. സോ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രോൺ, ഒരു എക്സാമ്പിളായിട്ട് നമ്മളൊരു ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇ ആണെന്ന് വിചാരിക്കുക. ഇലക്ട്രോണിൻ്റെ എനർജി ഈ എനർജിയുള്ള ഒരു ഇലക്ട്രോണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് V0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ, ഒരു V0 ഹൈറ്റ് ഉള്ള അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഉള്ള, അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് V0 ആണ്. ഓക്കെ, V0 ഹൈറ്റ് ഉള്ള ഒരു പൊട്ടൻഷ്യൽ ബാരിയർ എന്താ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, 3 റീജിയൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു. റീജിയൻ 1 എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതിനെ നമ്മൾ റീജിയൻ 1 എന്ന് പറയുന്നു. റീജിയൻ 2 എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ ആ സെക്ഷനെ നമ്മൾ റീജിയൻ 2 എന്ന് പറയുന്നു. റീജിയൻ 3 എന്ന് പറയുന്നത് അതിൻ്റെ പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ റൈറ്റ് സൈഡിൽ എടുക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഒരു ഇവിടെ റീജിയൻ 1 നമ്മളൊരു ഇ എനർജിയുള്ള ഒരു ഇലക്ട്രോണെ കൺസിഡർ ചെയ്യുന്നു. റീജിയൻ 1 നമ്മൾ എന്ത്, ഇ എനർജിയുള്ള ഒരു ഇലക്ട്രോണ് ഇറ്റ് ഈസ് ട്രാവലിംഗ് ടുവേർഡ്സ് ദ പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ അടുത്തോട്ട് എന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ. ആ ഇലക്ട്രോൺ എനർജി എന്ന് പറഞ്ഞത് ഇ ആണ്. ഇയുടെ പ്രോപ്പർട്ടി എന്താണ്, ഇ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ V0 ആണ്. ഓക്കെ, ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ V0 അല്ലെങ്കിൽ V0 ഈസ് ഗ്രേറ്റർ ദാൻ ഇ ആണ്. V0യുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഗ്രേറ്റർ ദാൻ ഇ ആണ്. അപ്പം ഇവിടുന്ന് നമ്മൾ റീജിയൻ 1 നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട് വിച്ച് ഈസ് ട്രാവലിംഗ് ടുവേർഡ്സ് ദ പൊട്ടൻഷ്യൽ ബാരിയർ. ആ ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ബാരിയറിനേക്കാളും കുറവായിട്ടുള്ള ഒരു എനർജിയാണ്. ഇനി ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ, ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചിട്ട് ദ പ്രോബബിലിറ്റി ഓഫ് ട്രാൻസ്മിഷൻ ടു റീജിയൻ 3, അതായത് ഈ ഒരു ഇലക്ട്രോണ് എന്ത് ചെയ്യുക, റീജിയൻ 3 ട്രാൻസ്മിറ്റ് ചെയ്ത് പോകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ മെക്കാനിക്സ് എന്താണ്, ഇറ്റ് ഈസ് 0 ആണ്. ആ ഒരു പാർട്ടിക്കിളിന് ഇതിൻ്റെ മേലെ കൂടെ കടന്നു പോകാനുള്ള എനർജി ഇല്ലാത്തതുകൊണ്ട് റീജിയൻ 3 ആ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ആ ഒരു പാർട്ടിക്കിളിനെ ബൈ ക്ലാസിക്കൽ മെക്കാനിക്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ ഒരു ബാരിയർ ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ല. ബിക്കോസ് എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഈസ് ലെസ് ദാൻ ദ ബാരിയർ ഹൈറ്റിനേക്കാളും കുറവുള്ള എനർജി ആയതുകൊണ്ട് ബൈ ക്ലാസിക്കൽ മെക്കാനിക്സ് ഒരിക്കലും അതിന് റീജിയൻ 3 ട്രാൻസ്മിറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. ഇതാണ് നമ്മളുടെ ക്ലാസിക്കൽ മെക്കാനിക്സ് പറയുന്നത്. പക്ഷേ അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക്സ് എന്താണ്, there is a non-zero probability for transmission of particles through the barrier with an insufficient energy to cross over the barrier. This phenomenon is called tunneling. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സ് പറയുന്നത് there is a non-zero probability of transmission എന്താ പറയുക, ഈ ഒരു ഇലക്ട്രോണിന് ഇങ്ങോട്ട് റീജിയൻ 3 ട്രാൻസ്മിറ്റ് ചെയ്തു പോകാൻ there is a non-zero probability. ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചിട്ട് ഈ ഒരു ഇലക്ട്രോണിന് ഒരിക്കലും റീജിയൻ 3 പോകാൻ പറ്റില്ല. പക്ഷേ അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക്സ് there is a non-zero probability that the electron with energy less than the barrier can cross over to region 3. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിനോമിനൻ. ഈ ഫിനോമിനൻ നമ്മൾ എന്ത് പറയുന്നത്, ടണലിംഗ് എന്ന് പറയുന്നത്. ടണലിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുകൂടെ അതിനെന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അപ്പുറത്തോട്ട് ടണൽ ചെയ്ത് പോകാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു ഇതിനെ നമ്മൾ ഫിനോമിനൻ ടണലിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ എനർജി ഒരു പൊട്ടൻഷ്യൽ ബാരിയറിനേക്കാൾ കുറവുള്ള ഒരു എനർജി വരുന്ന ഒരു ഇലക്ട്രോണിന് എന്ത് ചെയ്യാൻ പറ്റും, ആ ബാരിയർ കടന്നിട്ട് അപ്പുറത്തോട്ട് പോകാൻ there is a non-zero probability for transmission of a പാർട്ടിക്കിൾ. ഇലക്ട്രോൺ തന്നെ ആയിരിക്കണം എന്നില്ല, ഏത് പാർട്ടിക്കിൾ, എനർജറ്റിക് പാർട്ടിക്കിൾ. ഓക്കെ, എനർജി ഉള്ള പാർട്ടിക്കിൾ ത്രൂ ദ ബാരിയർ വിത്ത് ആൻ ഇൻസഫിഷ്യൻറ്റ് എനർജി. അതിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഇൻസഫിഷ്യൻറ്റ് ടു ക്രോസ് ദ ബാരിയർ. അതിൻ്റെ ആക്ച്വൽ എനർജി എന്ന് പറഞ്ഞാൽ it is insufficient to cross the barrier, but there is a non-zero probability of transmission of these particles
ത്രൂ ദ ബാരിയർ. ആ ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടണലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നിന്നുള്ള ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു നോൺ സീറോ പ്രോബബിലിറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ട് എന്താ പറയുക, ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ ടണലിംഗ് എന്ന് പറയും. ഓക്കെ, സപ്പോസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ ആ ട്രാൻസിഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് സപ്പോസ് 10⁻⁻⁹ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിക്കിളിന് റീജിയൻ 3 ക്രോസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ 10⁻⁹ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു നമ്പർ, നമ്മൾ എത്രയാണ് എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്വാണ്ടിഫിക്കേഷൻ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു നമ്പർ എടുക്കുക. 10⁻⁹ പ്രോബബിലിറ്റി ഉണ്ട് ഇതിനെ ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട്, അത്രയും ചെറിയ പ്രോബിലിറ്റി ആയിരിക്കും കേട്ടോ, നമുക്ക് 1%, 2% പ്രോബിലിറ്റി ഉണ്ടായിരിക്കുക, വളരെ ചെറിയ പ്രോബിലിറ്റി ഉണ്ടായിരിക്കും. ആ ഒരു പ്രോബിലിറ്റി നമ്പർ നമ്മൾ 10⁻⁹. ഓക്കെ, 10⁻⁹ ആണ് വിചാരിക്കുക. സപ്പോസ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ പാർട്ടിക്കിൾ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈ ഒരു റീജിയൻ 1 ഈ ഒരു സൈഡിലോട്ട് ഈ എന്താ പറയുക വന്ന് പതിക്കുന്ന പാർട്ടിക്കിളിൻ്റെ എണ്ണം 10⁻⁻. അത്രയും പാർട്ടിക്കിൾസ് വന്ന് പതിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻസിഡൻറ്റ് ഓൺ റീജിയൻ 1 വന്ന് പതിക്കുന്ന പാർട്ടിക്കിളിൻ്റെ എണ്ണം 10⁻⁻ ആണ്. അതിൻ്റെ ട്രാൻസ്മിഷൻ പ്രോബിലിറ്റി 10⁻⁻⁹ ആണെങ്കിൽ ദ ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസ്മിറ്റഡ് പാർട്ടിക്കിൾസ്, ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ട്രാൻസ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻസിഡൻറ്റ് ഇൻറ്റു പ്രോബബിലിറ്റി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 10⁻⁻ ഇൻറ്റു 10⁻⁻⁹, അതായത് 10 പാർട്ടിക്കിൾസ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ടു റീജിയൻ 3. അതായത് 10⁻⁻ പാർട്ടിക്കിൾസ് വന്നതിൽ എന്ത് ചെയ്യും, ഓൺലി 10 പാർട്ടിക്കിൾസ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ടു റീജിയൻ 3. അത് ബിക്കോസ് വി ഹാവ് എ പ്രോബബിലിറ്റി, ട്രാൻസ്മിഷൻ പ്രോബിലിറ്റി ഓഫ് 10⁻⁻⁹. അപ്പോൾ നമ്മൾ എത്ര പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുക, അപ്പുറത്തോട്ട് അടുത്ത റീജിയനിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു എന്ന് കണ്ടുപിടിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് ട്രാൻസ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ വി ഗെറ്റ് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ട്രാൻസ്മിറ്റഡ്. അപ്പോൾ 10⁻⁻ പാർട്ടിക്കിൾസ് ഇൻസിഡൻറ്റ് ചെയ്ത് ആൻഡ് ദർ ഈസ് എ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 10⁻⁹ ആണെങ്കിൽ വി ഗെറ്റ് എന്താ പറയുന്നത്, നമ്മളുടെ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു എന്ത് വരും, സോറി, ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ട്രാൻസ്മിറ്റഡ് വിൽ ബി ഈക്വൽ ടു 10 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമ്മളെന്ത് പഠിച്ചു, അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക്സ് ദർ ഈസ് എ ഫൈനൈറ്റ് പ്രോബിലിറ്റി, അല്ലെ നോൺ സീറോ പ്രോബിലിറ്റി അല്ലെങ്കിൽ ഫൈനൈറ്റ് പ്രോബിലിറ്റി ദാറ്റ് പാർട്ടിക്കിൾ ടണൽ ത്രൂ ദ ബാരിയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നേരത്തെ എന്ത് ചെയ്തു, 3 റീജിയൻ ആയിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, തിരിച്ചിരുന്നു. ഒന്ന് റീജിയൻ 1 വേർ ദർ ഈസ് ദ എന്താ പറയുക പാർട്ടിക്കിൾസ് ഓൾറെഡി ട്രാവലിംഗ് ആണ്, പിന്നെ ഒരു റീജിയൻ 2 ഉണ്ട്, അതുപോലെ റീജിയൻ 3 ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള റീജിയനിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നമുക്ക് റീജിയൻ 1 ദർ ആർ 2 വേവ്സ്. വൺ എന്താ, ഇൻസിഡൻറ്റ് വേവ്. ഇൻസിഡൻറ്റ് വേവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്തെടുക്കുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസിഡൻറ്റ് വേവ് എന്ന് പറയുന്നത്. ഒരു ഇൻസിഡൻറ്റ് വേവ് ഉണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അത് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ റീജിയൻ 1 ദർ ആർ 2 വേവ്സ്. വൺ ഈസ് ഇൻസിഡൻറ്റ് വേവ് ഉണ്ടായിരിക്കും ആൻഡ് ദർ ഈസ് എ റിഫ്ലക്റ്റഡ് വേവ് ആൾസോ. ഓക്കെ, ഈ ഇൻസിഡൻറ്റ് വേവിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താ പറയുക, പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കും. ആൻഡ് റിഫ്ലക്റ്റഡ് വേവിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് നെഗറ്റീവ് ഡയറക്ഷൻ. അതായത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന നമ്മൾ പോസിറ്റീവ് മൊമെൻറ്റം ഉണ്ടെന്നും മറ്റേതിന് നെഗറ്റീവ് മൊമെൻ്റ് ആണ്. അത് എന്താ പറയുക, റിഫ്ലക്റ്റ് ചെയ്തിട്ട് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള വേവുകളുണ്ടായിരിക്കും. വൺ വേവ് വിൽ ബി ഹാവിങ് പോസിറ്റീവ് മൊമെൻറ്റം, വൺ വിൽ ബി ഹാവിങ് നെഗറ്റീവ് മൊമെൻറ്റം. അല്ലെങ്കിൽ നമുക്കൊരു ഇൻസിഡൻറ്റ് വേവ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് വേവ്. ഇതൊക്കെ നമ്മൾ പറയുന്നത് റീജിയൻ 1. റീജിയൻ 1 എന്തായിരിക്കും, ഒരു ഇൻസിഡൻറ്റ് വേവ് ഉണ്ടായിരിക്കും, പിന്നെ തിരിച്ചു പോകുന്ന ഒരു റിഫ്ലക്റ്റഡ് വേവ് ഉണ്ടാവും. ഇൻസിഡൻറ്റ് വേവിന് വിൽ ഹാവ് എ പോസിറ്റീവ് മൊമെൻറ്റം ആൻഡ് റിഫ്ലക്റ്റഡ് വേവ് വിൽ ഹാവ് എ നെഗറ്റീവ് മൊമെൻറ്റം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, റീജിയൻ 2. റീജിയൻ 2 എന്ത് ചെയ്യുന്നത്, അതാണ് നമ്മളുടെ ടണലിംഗ് ഏരിയ അല്ലേ. റീജിയൻ 2 അതെന്ത് ചെയ്യുന്നത്, ടണൽ ചെയ്ത് പോകുന്നത്. അവിടെ നമുക്ക് എന്തായിരിക്കും, ഒരു ടണലിംഗ് വേവ് ഉണ്ടായിരിക്കും. ടണലിംഗ് വേവിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, അത് എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. ഇറ്റ് വിൽ ബി എൻ എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ഫംഗ്ഷൻ. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ എന്താ പറയുക ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ നമ്പർ എന്ത് ചെയ്യും, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യും, അത് എക്സ്പോണൻഷ്യലി എന്ത് ചെയ്യും, കുറഞ്ഞ് വരും. ഓക്കെ, സോ ഇവിടെ റീജിയൻ 2 നമുക്കുള്ള ഒരു ടണലിംഗ് വേവ് ആണ്. ടണലിംഗ് വേവ് എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, ഇതിന് നമ്മൾ ടണലിൻ്റെ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞ് എടുത്തിട്ടുള്ളത് ടോട്ടൽ നമ്മളുടെ ബാരിയറിൻ്റെ വിഡ്ത്ത് എന്താണ്, ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ലെങ്ത്തിൽ എന്ത് ചെയ്യും, ട്രാവൽ ചെയ്യുമ്പോഴും എന്ത് ചെയ്യും, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്
ഡിക്രീസ് ചെയ്യണം. അതൊരു എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. റീജിയൻ 3 എന്തായിരിക്കും? റീജിയൻ 3 എത്തുമ്പോൾ അത് എന്ത് ചെയ്യും? വീണ്ടും അത് ഫ്രീ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ നമുക്കൊരു ട്രാൻസ്മിറ്റഡ് വേവ് ആയിരിക്കും. ഇവിടെ നമുക്ക് എക്സ്പോണൻഷ്യൽ ഡിക്രീസിംഗ് ആയിരിക്കില്ല, കാരണം ഇത് പുറത്ത് വരുമ്പോൾ വീണ്ടും നമുക്ക് ഒരു ബാരിയർ പ്രോബ്ലം ഒന്നും വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ നമുക്കൊരു ട്രാൻസ്മിറ്റഡ് വേവ് ഉണ്ടായിരിക്കും. ഇറ്റ് വിൽ ഹാവ് എ പോസിറ്റീവ് മൊമെന്റം അല്ലേ? ഈ ഇൻസിഡന്റ് വേവ് വന്നു, അത് സെയിം ഡയറക്ഷനിൽ എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് പോകും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും? ഒരു ട്രാൻസ്മിറ്റഡ് വേവ് ഉണ്ടായിരിക്കും വിത്ത് എ പോസിറ്റീവ് മൊമെന്റം. ഇനി എന്താ നമ്മൾ നോക്കുന്നത്? ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ നമ്മളുടെ ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്താണെന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു വേവിനെ ഒന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകാനുള്ള പ്രോബിലിറ്റി, അതിന് നമ്മൾ ഡെറിവേഷനൊന്നും ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഡയറക്റ്റ് ഫോർമുല പറയുമ്പോൾ 16E, ഇ എന്ന് പറയുന്നത് എനർജി ഓഫ് ദ എന്താണ് ഇൻസിഡൻറ്റ് വേവ് ആണ് അല്ലേ, ഇൻറ്റു V0 മൈനസ് ഇ. V0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബാരിയർ ഹൈറ്റ് ആണ്, ഡിവൈഡഡ് ബൈ V0 സ്ക്വയർ ഇ റേസ് ടു മൈനസ് 2 ആൽഫ ഡി എന്ന് 2 ആൽഫ ഡി എന്നുള്ള, ഡി എന്ന് പറഞ്ഞാൽ സോറി ഇതിൽ എൽ ആണ് വരേണ്ടത്, നമ്മളുടെ ഈ ഒരു ലെങ്ത്തിനാണ് നമ്മൾ, അല്ലെങ്കിൽ ഡി തിക്നെസ് ഉള്ളതിനാണ് നമ്മൾ എന്ത് ചെയ്യും? 2 ആൽഫ ഡി എന്ന് പറയുന്നത്. ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2m/h² V0 മൈനസ് ഇ എന്ന് കിട്ടും. ഓക്കെ, സോ ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് വെച്ച് പ്രോബ്ലം ഒന്നും ചോദിക്കാറുണ്ട് പൊതുവെ, പക്ഷേ എന്നാലും ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ടി ഈക്വൽ ടു 16E V0 മൈനസ് ഇ ബൈ V0 സ്ക്വയർ 2 റേസ് ടു ഇ റേസ് ടു 2 ആൽഫ ഡി എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദ എന്താ പറയുക അതിൻ്റെ ബാരിയർ ആണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നമ്മൾ എൽ എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് എൽ ഇവിടെ നമ്മൾ ഡി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തത്. എൽ ഈക്വൽ ടു ഡി തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ എൽ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡി എന്ന് എഴുതാം. സോ ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു 16E V0 മൈനസ് ഇ ബൈ V0 സ്ക്വയർ ഇ റേസ് ടു മൈനസ് 2 ആൽഫ ഡി എന്ന് കിട്ടും. വേർ ആൽഫ ഈസ് ഗിവൺ ആസ് റൂട്ട് ഓഫ് 2m/h² V0 മൈനസ് ഇ. ഇതിന് ഡെറിവേഷൻ നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ഈ ഒരു ഇക്വേഷന് ഇങ്ങനെ ഒരു, അതായത് ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ ആണ്, ആൻഡ് ഇറ്റ്സ് ഓൾസോ പ്രൊപ്പോർഷണൽ ടു V0 മൈനസ് ഇ എന്നുള്ള എന്ത് ചെയ്യുക? V0 മൈനസ് ഇ ബൈ V0 സ്ക്വയർ ഇതിന് പ്രൊപ്പോർഷണൽ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെച്ചാൽ. Okay, it depends upon V0, it depends upon the incident, it depends upon the incident energy, it depends upon the potential, and it also depends upon the thickness of the barrier. Okay, so ഇനി എന്ത് ചെയ്യുക? ഇനി നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക, ഒരു 9 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വാണ്ടം മെക്കാനിക്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പ്രിൻസിപ്പിളാണ്. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയും. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇതൊരു പക്ഷേ നിങ്ങൾ ഇതിന് മുന്നേയും കേട്ടിട്ടുണ്ടാവും. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണെന്ന് നമ്മൾ എന്താ പറയുക, നമുക്ക് ഇപ്പോൾ നമ്മൾ എന്താ പറയുക കുറേ ഡൈനാമിക് വേരിയബിൾസ് പഠിച്ചാലേ നമ്മളെ പൊസിഷൻ, മൊമെൻറ്റം, ടൈം, എനർജി, നമ്മൾ ഓപ്പറേറ്റേഴ്സ് പഠിച്ച സമയത്ത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുന്നത് നമ്മളുടെ ഡൈനാമിക് വേരിയബിൾസ് പഠിച്ചല്ലേ. ഓപ്പറേറ്റേഴ്സിൽ നമ്മൾ ടൈം പഠിച്ചു, പൊസിഷൻ പഠിച്ചു, അതുപോലെ മൊമെൻറ്റം പഠിച്ചു, അതുപോലെ എനർജി പഠിച്ചു. അങ്ങനെ 4 മെയിനായിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം എന്ത് പറയുന്നത്? ഡൈനമിക് വേരിയബിൾസ് ഓഫ് എ സിസ്റ്റം ആർ ഇന്റർ റിലേറ്റഡ് ഇൻ ജനറൽ. അതായത് ഈ എന്താ പറയുക വേരിയബിൾസ് ഒന്നും ആക്ച്വലി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് അല്ല, ഇത് ആർ ഇന്റർ റിലേറ്റഡ് ആണ്. ഡൈനമിക് വേരിയബിൾസ് ഓഫ് എ സിസ്റ്റം ആർ ഇന്റർ റിലേറ്റഡ് ഇൻ ജനറൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ സപ്പോസ് an attempt to measure the position x of a particle will disturb its linear momentum of the component. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷനെ നമ്മൾ മെഷർ ചെയ്യാൻ നോക്കുന്നു. പൊസിഷൻ മെഷർ ചെയ്യാൻ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ മൊമെൻറ്റം നമ്മൾ ഡിസ്റ്റർബ് ചെയ്യും. നമുക്ക് അതിൻ്റെ മൊമെൻറ്റം ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കതിൻ്റെ പൊസിഷനെ മെഷർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു പൊസിഷൻ നമ്മൾ മെഷർ ചെയ്യാൻ നോക്കുമ്പോൾ what will happen is will automatically disturb the അതിൻ്റെ മൊമെൻറ്റം. ഓക്കെ, നമ്മളത് പൊസിഷൻ നമ്മൾ മെഷർ ചെയ്യാൻ നോക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ മൊമെൻറ്റം എന്ത് ചെയ്യുക? അതിന് പ്രത്യേക ഒരു മൊമെൻറ്റം നമ്മൾ മെഷർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? അത് എന്ത് ചെയ്യും? നമ്മളൊരു എക്സ്ട്രാ മൊമെൻറ്റം ഇൻഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ മൊമെൻറ്റം അബ്സോർബ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്കതിൻ്റെ പൊസിഷന് മെഷർ ചെയ്യാൻ പറ്റില്ല. സോ എന്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നതാണ് അറ്റംപ്റ്റ് ടു മെഷർ ദ പൊസിഷൻ എക്സ് ഓഫ് എ പാർട്ടിക്കിൾ വിൽ ഡിസ്റ്റർബ് ഇറ്റ്സ് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത്. അതായത് എക്സും അതുപോലെ അതായത് പൊസിഷനും ലീനിയർ മൊമെൻറ്റവും എന്താണ് ഇവിടെ ഇന്റർ റിലേറ്റഡ് ആണെന്ന് പറയുന്നത്. നമ്മൾ പൊസിഷൻ മെഷർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? അതിൻ്റെ ലീനിയർ മൊമെൻറ്റം കോമ്പണൻറ്റ്
അപ്പോൾ എക്സ് പൊസിഷനാണ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീനിയർ മൊമെൻറ്റം കോമ്പണൻറ്റ് പി എക്സ് എന്തായിരിക്കും, അത് ഡിസ്റ്റർബ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പൊസിഷൻ സപ്പോസ് നമ്മൾ മെഷർ ചെയ്യാമെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നത്, അറ്റംപ്റ്റ് ടു ഇംപ്രൂവ് ദ അക്യുറസി ഓഫ് വൺ, അതായത് നമ്മൾ പൊസിഷൻ നമ്മൾ എത്രത്തോളം അക്യുറേറ്റ് ചെയ്യാൻ നോക്കുന്നോ ദാറ്റ് വിൽ ലീഡ് ടു റിഡക്ഷൻ ഇൻ ദ അക്യുറസി ഓഫ് ദ അതർ. അപ്പം ഇത് ഇവർ ഇന്റർ റിലേറ്റഡ് ആണ് പറയുന്നത്. അപ്പം an attempt to improve the accuracy of one will lead to the reduction in the accuracy of the other. അപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സ് നമ്മൾ മെഷർ ചെയ്യാൻ വിചാരിക്കും. അപ്പോൾ നമ്മൾ എക്സ് എത്രത്തോളം പ്രിസൈസ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യാൻ നോക്കുന്നോ അത്രത്തോളം എന്തായിരിക്കും അതിൻ്റെ അക്യുറസി ഓഫ് ദ മൊമെൻറ്റം എന്തായിരിക്കും, അത് ഡിസ്റ്റർബ് ആവും. അപ്പോൾ നമ്മൾ എന്തായിരിക്കും, രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്താ പറയുക, വളരെ അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ഒന്ന് നമ്മൾ അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യുമ്പോൾ മറ്റേത് നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ അൺസർട്ടനിറ്റി എന്തായിരിക്കും, കൂടി പോകും. സോ എന്താണ് ജനറേറ്റ് പറയുന്നത്, അറ്റംപ്റ്റ് ടു ഇംപ്രൂവ് ദ അക്യുറസി ഓഫ് വൺ വിൽ ലീഡ് ടു റിഡക്ഷൻ ഇൻ ദ അക്യുറസി ഓഫ് ദ അതർ എന്ന് പറയുന്നത്. ഓക്കെ, however this disturbance is negligible in the ordinary world. നമ്മളൊരു ക്ലാസിക്കൽ മെക്കാനിക്സ് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു മൂവിങ് ആയിട്ടുള്ള ഒരു ബോൾ നമ്മൾ മൂവ് ചെയ്തെടുക്കുക. ആ മൂവ് ചെയ്യുന്ന ബോളിൻ്റെ പൊസിഷൻ നമുക്കൊരു നല്ലൊരു ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യാൻ പറ്റും, വളരെ കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ആൻഡ് വി ക്യാൻ മെഷർ ദ വെലോസിറ്റി ആസ് വെൽ ആസ് ഇറ്റ്സ് മൊമെൻറ്റം, അല്ലേ, നമുക്ക് വളരെ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. സോ അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ മെക്കാനിക്സ് ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് ദ